പള്ളിയിൽ പോയാൽ ഞാൻ എല്ലാ ദിവസവും കുർബാന പുസ്തകം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചൊല്ലുന്നത്. അത് പള്ളിയിൽ ഇരിക്കുന്ന കുർബാന പുസ്തകം എടുക്കുകയല്ല. എൻ്റെ പേഴ്സണായിട്ടുള്ള കുർബാന പുസ്തകം അത് എല്ലാ ദിവസവും കൊണ്ടുപോയി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ്. രണ്ട് കാര്യം: ഒന്ന്, നമ്മുടെ ശ്രദ്ധ മാറിപ്പോവില്ല എന്നുള്ളതാണ്. നമ്മൾ അച്ഛന്മാർ ചൊല്ലുന്ന പ്രാർത്ഥനയെ നമുക്കത് കൂടുതൽ മനസ്സിൽ ചൊല്ലാൻ സാധിക്കും, ശ്രദ്ധ മാറിപ്പോകത്തില്ല. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയാണ്. അതിൽ എല്ലാ ദിവസവും അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ആൾത്താര ശുശ്രൂഷ കൂടാതെ ഞാൻ ഗായകനൊന്നും അല്ല. പിന്നെ പള്ളിയിൽ പാടാൻ ആരും ഇല്ലാത്തപ്പോഴും പിന്നെ ചിലപ്പോൾ ഉള്ള സമയത്ത് ഞാൻ പാടാൻ നിൽക്കുക. എൻ്റെ വൈഫൊക്കെ ചെറുക്കെ പറയും, കുഞ്ഞാച്ചൻ്റെ പാട്ട് അത്ര നല്ലതായിട്ടാണ് കുഞ്ഞാച്ച അങ്ങനെ പാടാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പറയും, ഈ പള്ളിയിൽ പാടുന്നത് നമ്മൾ വലിയ ഗായകനായിട്ടല്ല, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിന് അത്യാവശ്യം ഒരു പാടാനൊക്കെ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പാടണം. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് മഹത്വമാണ്. മാതൃക നിങ്ങൾ കൈക്കൊണ്ടേ